നേരത്തെ നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിളിച്ചു ചോദിച്ചൊരു കാര്യം നീറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നീറ്റ് ക്വാളിഫൈഡ് ആവാതെ വിദേശത്ത് പോയി പഠിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു വിദ്യാർത്ഥി ചോദിച്ചത് വളരെ വ്യത്യസ്തമായൊരു ചോദ്യമാണ്. MBBS വിദേശത്ത് പഠിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഈ നീറ്റ് ക്വാളിഫൈഡ് ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നതെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അറിയണം. 2-3 ഘട്ടങ്ങളിലൂടെയാണ് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കടന്നുപോയത്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ നമുക്കിടയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യ ഘട്ടത്തിൽ എന്തായിരുന്നു എലിജിബിലിറ്റി എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. 2002 നമ്മുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പോലെ തന്നെ നമുക്ക് WDMSൻ്റെ മെഡിക്കൽ ഡയറക്ടറിൽ ഉണ്ടാവണം എന്നുള്ളത് ഒന്നാമത്തെ. അത് എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ എലിജിബിലിറ്റി ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടി ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് മാത്രമാണ് വിദേശത്ത് പോകാൻ പറ്റുള്ളൂ. ചില വിദ്യാർത്ഥികൾ പഠന കാലയളവിന് ഇടയിൽ എടുക്കാറുണ്ട്. ഇതായിരുന്നു 2002 ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതായിരുന്നു അവിടുത്തെ നിയമം. അപ്പോൾ നമുക്ക് വിദേശത്ത് പോകാൻ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നു. ആ സമയങ്ങളിലൊക്കെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്. കൃത്യമായിട്ട് ആ ലിസ്റ്റ് നോക്കുന്നു. ആ ലിസ്റ്റിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നു, എലിജിബിലിറ്റി എടുക്കുന്നു, വിദേശത്ത് പോകുന്നു. വളരെ സേഫാണ്. ആ സമയത്ത് നമുക്ക് മറ്റ് നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരി 18, 2018 ഒരു നിയമം വരുന്നത്. നീറ്റുള്ള വിദ്യാർത്ഥികളാണ്, നീറ്റ് ക്വാളിഫൈഡ് ആയ കുട്ടികൾക്ക് മാത്രമാണ് വിദേശത്ത് പോയി പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇതൊരു മാർച്ച് ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് ഈ നിയമം വന്നത്. നമുക്കറിയാം നീറ്റിന് അപ്ലൈ ചെയ്യേണ്ട സമയം അതിന് മുമ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വർഷം ഒരുപാട് വിദ്യാർത്ഥികൾ നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്വാഭാവികമായിട്ട് വിദേശത്ത് പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ നീറ്റിന് പോലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾ പോയിട്ട് കേസ് കൊടുത്തു, ഒരു റിറ്റ് ഫയൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർഷത്തേക്ക് മാത്രമായിട്ട് ഒരു എക്സംഷൻ കൊണ്ടുവന്നു. ആ എക്സംഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇളവ്. ഈ 2018 നീറ്റ് എഴുതാത്ത വിദ്യാർത്ഥികൾക്കും വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു അളവ് കൊണ്ടുവന്നു. പക്ഷെ അപ്പോൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, 2018 നീറ്റ് എഴുതിയിട്ട് ക്വാളിഫൈഡ് ആവാത്ത വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമല്ലെന്ന് കൂടെ പറഞ്ഞു. അപ്പോൾ അപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഈ ചില കുട്ടികൾക്ക് ഇളവ് കൊടുത്തു എന്നുള്ളത് ആ ഒരു പ്രത്യേക കാലയളവിൽ ആ വർഷത്തേക്ക് മാത്രം കൊടുത്തൊരു ഇളവായിരുന്നു. ഇതാണ് രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, 2018. അപ്പോഴാണ് നീറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 2019 ഒരു പുതിയൊരു അമെൻമെൻറ്റ് കൂടെ വന്നു. ഒരു വർഷം നീറ്റ് ക്വാളിഫൈഡ് ആയ വിദ്യാർത്ഥിക്ക് ആ നീറ്റ് ഉപയോഗിച്ചിട്ട് അടുത്ത 3 വർഷത്തേക്ക് കൂടെ ഈ നീറ്റ് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നീറ്റ് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ സെയിം നീറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് 3 ഇയർ കൂടെ യൂസ് ചെയ്യാം എന്നുള്ളതും കൂടെ അതൊരു അമെൻമെൻറ്റ് നിയമ ഭേദഗതിയായിട്ട് അതിൽ ആഡ് ചെയ്തൊരു കാര്യമാണ്. അപ്പോഴും എന്താണ്, നീറ്റ് വേണം, നീറ്റ് ഇൻ കേസ് കിട്ടി നെക്സ്റ്റ് 3 ഇയറിന് യൂസ് ചെയ്യാമെന്ന് മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തും കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020 കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ, ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടായത്. ആ സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നീറ്റ് എഴുതാൻ പറ്റിയില്ല 2020. അങ്ങനെ ഡൽഹി ഹൈക്കോർട്ടിൽ കുറേ പേരൻസ് കൂടെ ഒരു കേസ് കൊടുത്തു. ആ കേസിൽ അവർ പറയുന്നത് അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി നീറ്റ് എഴുതാൻ പറ്റിയിരുന്നില്ല, ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി അത് നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ആ 2020 വർഷത്തിൽ ഒരു 1 ടൈം എക്സംഷൻ കൊടുത്തു. ആ എക്സംഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് കണ്ടീഷനോട് കൂടിയിട്ടാണ്. ഈ 2020 നീറ്റ് ഇല്ലാതെ പോകുന്ന വിദ്യാർത്ഥികൾ 2021 നീറ്റ് ക്വാളിഫൈഡ് ആവണം. ഇൻ കേസ് ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിൽ അത് അവരുടെ റിസ്ക്കാണ്. അവർക്ക് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ ഈ FMG എക്സാം എഴുതാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആ ക്ലോസ്. കൃത്യമായിട്ട് ഒന്നുകൂടി പറയാം, 2020 ആ ഏതെങ്കിലും വിദ്യാർത്ഥികൾ നീറ്റില്ലാതെ വിദേശത്ത് പോവുകയാണെങ്കിൽ അവരുടെ റിസ്ക്കിലാണ് പോകേണ്ടത്. 2021 നീറ്റ് ക്വാളിഫൈഡ് ആവണം. ഇൻ കേസ് ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിൽ തിരിച്ചു വന്നാൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സംഷൻ കൊടുത്തതൊക്കെ പ്രത്യേക സിറ്റുവേഷനിലാണ്. അത് ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്ത് കൊടുത്തിട്ടുള്ള ചില ഇളവുകളാണ്. അത് ആ ഒരു കാലത്തേക്കും വേണ്ടി മാത്രമാണ്. ഇപ്പോൾ സ്റ്റിൽ നിലനിൽക്കുന്നത് 2018 നിയമം തന്നെയാണ്. അതാണ് നമ്മുടെ എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നീറ്റ് ക്വാളിഫൈഡ് ആവണം. ഈ നീറ്റ് ക്വാളിഫൈഡ് ആവേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിലാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല, നിങ്ങൾക്ക് വലിയ ഗ്ലോബൽ ഡ്രീമുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പർ പ്ലാൻ ഉണ്ടായാൽ മതി. അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തന്നെ തിരിച്ചു വരണം. അപ്പോൾ നിങ്ങൾ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു കാരണവശാലും MBBS ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ നീറ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും പല രാജ്യങ്ങളിലേക്കും നീറ്റ് ഇല്ലാതെ ധൈര്യമായിട്ട് കുട്ടികൾക്ക് പോകാൻ കഴിയുന്നുണ്ട്.
പിന്നെ ചില ഷോർട്ട് കട്ടുകളുണ്ട്. വിസ കിട്ടാൻ ചാൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോർജിയയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ GCC കൺട്രിയിൽ നിന്ന് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മറ്റു കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തിട്ട് അവിടെ പോയിട്ട് MBBS പഠിക്കും. ചില വിസയിൽ തന്നെ ചില പേപ്പർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും വരെ എടുക്കുക. അതൊക്കെ റോങ് ആയ മെത്തേഡുകളാണ്. പല രീതിയിലുള്ള ഷോർട്ട് കട്ടുകൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാം നീറ്റില്ലാതെ പോകുന്ന വിദ്യാർത്ഥികൾക്ക്. ഇനി ഒരു കുട്ടി നീറ്റില്ലാതെ പോവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2 ടൈപ്പ് വിദ്യാർത്ഥികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നീറ്റില്ലാതെ പോകുന്ന വിദ്യാർത്ഥികളിൽ തന്നെ 2 ടൈപ്പ് വിദ്യാർത്ഥികളുണ്ട്. അതൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിവിടെ നീറ്റ് കിട്ടിയില്ല, പക്ഷേ അവരെന്തുകൊണ്ടോ വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ശരിക്കൊരു പാഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ എല്ലാവരും പോകുന്നുണ്ട്, എനിക്കും പോകണം. അങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ MBBS എടുക്കരുത്. മറ്റേതെങ്കിലും കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് വിദേശം എന്നുള്ളൊരു സ്വപ്നം ഓക്കെ ആവും ചെയ്യും. സെയിം ടൈം നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ജോബിനോ ഒക്കെ നിങ്ങൾക്ക് തുടർ പഠനത്തിനൊന്നിനും പ്രയാസമല്ല. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്. ചില കുട്ടികൾക്ക് ഇന്ത്യ അവരുടെ അജണ്ടയിലില്ല, അവർക്ക് വിദേശത്ത് പോകണം, വിദേശത്ത് ഡോക്ടർ ആവണം. അങ്ങനെ ഒരു ഗ്ലോബൽ ഒരു മൈൻഡ് സെറ്റുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അത്തരം വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഈ നീറ്റില്ലാതെ പോയാൽ ഒരു പ്രശ്നമല്ല. കാരണം അവർ ഏത് രാജ്യമാണ് ലക്ഷ്യം വെക്കുന്നത് ആ രാജ്യത്തിന് വേണ്ട ലൈസൻസി എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങി, ആ രാജ്യത്തിലേക്ക് വേണ്ട ലാംഗ്വേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത്, അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ വളരെ നല്ല ഇമ്പ്രൂവ് ചെയ്ത്, ഇനിയിപ്പോൾ നിങ്ങൾ ഒരു യൂറോപ്യൻ യൂണിയൻ കൺട്രികളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ലാംഗ്വേജിന് വേണ്ടിയുള്ള ടെസ്റ്റ് ആണെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റ് വേറെ, ലൈസൻസി ടെസ്റ്റ് വേറെ, ഇതൊക്കെ പഠന കാലയളവിൽ തന്നെ ഒരുങ്ങുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. 2023 എൻ്റെ അടുത്തൊരു പാരൻറ്റ് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ നീറ്റില്ലാതെ എനിക്ക് MBBS എൻ്റെ മകൾക്ക് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നീറ്റില്ലാതെ പോയാലുള്ള എല്ലാ സിറ്റുവേഷനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ ആ പാരൻറ്റ് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പാരൻറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് നാട്ടിൽ വരിക എന്നുള്ള ലക്ഷ്യമല്ല, ഞങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കൺട്രി പറഞ്ഞിട്ട് ആ കൺട്രിയിൽ സെറ്റിൽ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടേക്ക് വേണ്ട ടെസ്റ്റുകൾ ഈ ടെസ്റ്റുകളൊക്കെയാണ്. അതിനുള്ള ലാംഗ്വേജിന് വേണ്ടിയിട്ട് എൻ്റെ മകൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വളരെ വിഷണറി ആയിട്ട് എന്താ ഒരു 6 ഇയർ കഴിഞ്ഞാൽ 7 ഇയർ കഴിഞ്ഞാൽ എന്താവണമെന്ന് ഇന്ന് തന്നെ തീരുമാനിച്ച പാരൻസും ഉണ്ട്. ഇത്തരം ഒരു വലിയൊരു വിഷനോട് കൂടി പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നിങ്ങൾ MBBS അല്ലാത്ത കോഴ്സുകളാണ് സെലക്ട് ചെയ്യുന്നത് നല്ലത്. MBBS സെലക്ട് ചെയ്യുന്ന സമയത്ത് നീറ്റ് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അത് എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ഡോക്ടറായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ നീറ്റ് അനിവാര്യമാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട ഈ വിഷയം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീറ്റുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, വിദേശവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞാനുമായി കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നടത്തുന്ന എല്ലാ ആഴ്ചകളിലും ഫ്രീ വെബിനാർ ഉണ്ട്. വിദേശ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്ന ഒരു വെബിനാറാണ്. അത് വളരെ തികച്ചും ഫ്രീ ആയിട്ട് നടത്തുന്നതാണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ വെബിനാറിൻ്റെ ഭാഗമാവാൻ കഴിയും. അപ്പോൾ വിദേശ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.